ഇത് റാണി തേനീച്ചയാ വരുമ്പോ നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. യാത്രാ വ്ളോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക്. ഇന്നത്തെ യാത്ര നമ്മുടെ വയനാട്ടിലേക്കുള്ള ഒരു യാത്ര കണ്ടു. വയനാട്, അതായത് ഒരു അടിപൊളി മ്യൂസിയം ഉണ്ട് ഇവിടെ. പിന്നെ ഹണി മ്യൂസിയം എന്നാണ് ഈ ഒരു സ്ഥാപനത്തിൻ്റെ പേര്. ഇവിടുത്തെ കാഴ്ചകളാണ്. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സ്പോട്ട് കറക്റ്റ് വൈത്തിരി കേട്ടോ. പഴയ വൈത്തിരിയാണ് ഈ ഒരു ഹണി മ്യൂസിയം നിലകൊള്ളുന്നത്. അപ്പോൾ നിരവധി ആളുകളാണ് ഇവിടെ ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വരുന്നത്. ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാനും ചിന്തിക്കാനും ഒക്കെ പറ്റിയ ഒരു ഇടം തന്നെയാണ്. ചെറിയ ടിക്കറ്റ് നിരക്ക് മാത്രമേ ഉള്ളൂ. അതായത് വലിയ ആളുകൾക്ക് ഇവിടെ 30 രൂപയുള്ളൂ, ചെറിയ കുട്ടികൾക്കാണെങ്കിൽ 20 രൂപയുള്ളൂ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്കിവിടെ പഠിക്കാം. ഇവിടുത്തെ കാര്യങ്ങൾ അവർ കറക്റ്റ് പറഞ്ഞു തരും. നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു സ്പോട്ടാണ് ഇത്. എൻട്രൻസ് നമുക്ക് കാണാൻ കഴിയുന്ന കാഴ്ചയാണ്. അത് വലിയൊരു റാണി തേനീച്ച നിങ്ങൾ കാണുന്ന കേട്ടോ. അപ്പോൾ വളരെ കൃത്യമായിട്ടാണ് ഈ ഒരു തേനീച്ചയുടെ നിർമ്മാണ രീതി. അപ്പോൾ കണ്ടാൽ തന്നെ നമുക്ക് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു തേനീച്ചയുടെ ഒരു രൂപ സാദൃശ്യം മൊത്തത്തിലുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞു തരാൻ ഇവിടെ ഒരു ഗൈഡ് ഉണ്ട്. അപ്പോൾ ഈ ഗൈഡ് നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഇതിനെക്കുറിച്ചുള്ള എല്ലാ വിശദമായ വിവരങ്ങളും അവർ പറഞ്ഞു തരുന്നുണ്ട്. ഈ ഡിസ്കുകൾ കാണും. ഓക്കെ, ഈ വലിയ ഡിസ്കുകൾ പതുക്കെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഒരു 3 RPM സ്പീഡ്. ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ കറങ്ങുമ്പോൾ തേനും കൂടെ കൂട്ടിയെടുത്തിട്ടാണ് ഈ ഡിസ്കുകൾ കറങ്ങുക. അപ്പോൾ സെയിം ടൈം ഇതിനകത്തൊരു എയർ ബ്ലോവർ ഉണ്ട്. ഇതൊക്കെ അതിൻ്റെ മെഷീനറികളാണ്. അതായത് തേന് തേൻ്റെ നിർമ്മാണ രീതിയുമായി ബന്ധപ്പെട്ടുള്ള മെഷീനറിയും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണുന്നുണ്ടോ. നമ്മൾ വയനാട് ടൂറ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല ഒരു അടിപൊളി സ്ഥലം തന്നെയാണ് ഈ ഒരു ഹണി മ്യൂസിയം. അതായത് ചെറിയ പൈസക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ഇടം തന്നെയാണ് ഈ ഒരു മ്യൂസിയം. അതായത് വൈത്തിരിയാണ്, പഴയ വൈത്തിരിയാണ് ഈ ഒരു സ്ഥാപനം. അപ്പോൾ പുതുതായി ആരംഭിച്ച ഒരു സംരംഭമാണ്. അപ്പോൾ നിരവധി ആളുകളാണ് ഈ ഒരു കാഴ്ച കാണാൻ വേണ്ടിയിട്ട് ഇപ്പോഴും ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇത് കട്ട പിടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ കുറച്ച് തിക്നെസ് ആയെങ്കിൽ ഇപ്പോൾ ക്ലൈമറ്റ് അറിയാലോ, കുറച്ച് തണുപ്പാണ്. ഇതിപ്പോൾ ഇനി നമുക്ക് ഉള്ളിലെ കാഴ്ചകൾ കാണാം. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ കഴിയുന്ന ഒരു കടുന്നലാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു കടുന്നലിൻ്റെ ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിൻ്റെ മുകളിലായിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു കൂടും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പെട്ടെന്ന് കണ്ടാൽ ആരും തന്നെ ഭയന്നു പോകും. ആ ഒരു രീതിയിലാണ് അവരുടെ നിർമ്മാണ രീതി. അപ്പോൾ ഇത് കഴിഞ്ഞാൽ നേരെ നമുക്ക് ഉള്ളിലോട്ട് പോകാം. ഉള്ളിലോട്ട് കയറി കഴിഞ്ഞാൽ ചെറിയൊരു ഒരു മരത്തിൻ്റെ ഒരു ചില്ല പോണം, ഒരു ചെറിയൊരു കവാടം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ അങ്ങനെ ഉള്ളിലേക്ക് ചെന്ന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാഴ്ചകൾ കാണാം. വ്യത്യസ്ത തരത്തിലുള്ള തേൻ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാം. ഇതിൻ്റെ നിർമ്മാണ രീതിയും എല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് കണ്ട് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഇവിടുന്ന് തേൻ വാങ്ങി കഴിക്കാവുന്നതാണ്. അതായത് നമുക്ക് സാമ്പിൾ ഇവർ തരും. ആ ടേസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ വാങ്ങാം. അതിനുള്ള സൗകര്യമൊക്കെ ഇവിടെ. ചില തേൻ നമുക്ക് ഒരു കട്ട പിടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാം. അത് മറ്റൊന്നുമല്ല, ഇവിടുത്തെ കാലാവസ്ഥ വ്യതിയാനം കൊണ്ടാണ് അവർ കട്ട പിടിച്ചിരിക്കുന്ന ഒരു കാരണം. തണുപ്പ് കൂടിയ പ്രദേശമായത് കൊണ്ടാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ള് ചായപ്പൊടിയാണ്. വ്യത്യസ്ത രീതിയിലുള്ള നല്ല ഫ്രഷ് ചായപ്പൊടി ഇവിടെ കിട്ടും. ഇതെല്ലാം വയനാട്ടിൽ തന്നെ ഉണ്ടാക്കി വിൽപ്പന നടത്തുന്ന ഒരു സംരംഭമാണ്. ഫ്രഷായ ചായപ്പൊടി, കാപ്പിപ്പൊടി എന്ന് വേണ്ട ഒരുപാട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നിത്യോപയോഗ സാധനങ്ങൾ ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ തേനാണ്. അപ്പം ഏറ്റവും കൂടുതൽ ഇവിടെ വിൽപ്പന നടത്തുന്നത് ഈ ഒരു തേനാട്ടോ. വ്യത്യസ്തമായ രീതിയിലുള്ള സ്പൈസസ്, അതേപോലെ തന്നെ ആൻറ്റിക്രാഫ്റ്റ് കളക്ഷൻ തുടങ്ങിയവ എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. എല്ലാം ഇവിടെ നല്ല ഫ്രഷായ
നല്ല നല്ല റേറ്റാണ്. ഇതിന് വില 1500 റുപ്യേൻ്റെ വില. 1500. ഓക്കെ, 1500 റുപ്യേൻ്റെ സാധനമാണ്. മതിയേ സോപ്പ്. സോപ്പാണല്ലേ? സോപ്പാണ് ഗൈസ്. സാധനം ഭയങ്കര വില. അടിപൊളി കളിക്കാൻ പറ്റിയ അടിപൊളി സംഭവങ്ങളൊക്കെ ഉണ്ട്. കണ്ടോളി. മറ്റേത് കൊതുകിരോ? അല്ല പെട്ടെന്ന് കൊതുകിരോ? ഇതുപോലെ കറക്കി ഒരു സാധനം. എന്തായാലും അടിപൊളിയല്ലേ? അടിപൊളി കൈലുകൾ. അടിപൊളി. പിന്നെ മക്കൾ കളിക്കുമ്പോൾ അടിപൊളി എണ്ണം പഠിക്കാൻ പറ്റും. എണ്ണം പഠിക്കാൻ പറ്റും. എണ്ണം പഠിക്കാൻ സംഭവം. ഓക്കെ, ഈ കാണുന്ന ഐറ്റം ഒരു രക്ഷയിലോട്ടോ. ഇത് നല്ല അടിപൊളി ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ ഒരു സംഭവം തന്നെയാണ്. കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പിന്നെ തേനീച്ച, റാണി തേനീച്ചേൻ്റെ അതേ രൂപമാണ്. അപ്പം പിന്നെ ആരെയും ആകർഷിക്കുന്ന ഒരു കാഴ്ച തന്നെയാണ്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളുടെ ഐറ്റമാണ്. ഫുള്ള് കുട്ടികളുടെ ഐറ്റം. പിന്നെ നമ്മളെ ഫിഷ് പായ് ഉണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഫിഷ് പായ് ഉണ്ട്. പിന്നെ നല്ലൊരു വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു പൈസക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്കിവിടെ പിന്നെ എന്ത് ചെയ്യാം, സ്പെൻഡ് ചെയ്യാം. ആഘോഷം കൂടും ചെയ്യും. ഇത് കുട്ടികൾക്കുള്ള ഒരു സെക്ഷനാട്ടോ. അതായത് കുട്ടികൾക്കുള്ളൊരു പാർക്കാണ്. പിന്നെ ഈ ഒരു പാർക്കിൽ കയറാൻ എക്സ്ട്രാ നമുക്ക് പൈസ അടക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു 20 രൂപയ്ക്ക് നമുക്ക് ഈ ഒരു പിന്നെ പാർക്കിലും അതേപോലെ തന്നെ എല്ലാത്തിലും നമുക്ക് കയറാം. ഇതെല്ലാം ഇവിടുത്തെ ഫ്രഷായ തേനീച്ചയുടെ കൂടുകളാണ്. അപ്പം ഈ ഒരു പിന്നെ ഹണി മ്യൂസിയത്തിൻ്റെ ചുറ്റുപാടും ഉണ്ട് ഇങ്ങനത്തെ ഒരുപാട് കൂടുകളുണ്ട്. അപ്പോൾ ഇതിൽ നിറയെ തേനീച്ചയുണ്ട്. ഫ്രഷായ തേൻ നമുക്ക് ഇവിടുന്ന് തന്നെ നമുക്ക് രുചി അറിഞ്ഞ് നമുക്ക് ഇവിടുന്ന് വാങ്ങാവുന്നതാണ്. ഇതെല്ലാം തേനീച്ചയുടെ കൂടുകളാണ്. വ്യത്യസ്തമായ രീതിയിലുള്ള പലവിധ തേനീച്ചയുടെ കൂടുകളാണ് നിങ്ങൾ ഈ കാണുന്നത്. ഈ കാണുന്നത് ഒരു വ്യൂ പോയിൻ്റ് ആണ്. ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുപാട് നല്ല രീതിയിൽ കാണാൻ കഴിയും. പിന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി നല്ല നല്ല വീഡിയോസ് നമ്മൾ മാക്സിമം കൊണ്ടുവരുന്നുണ്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.